പണ്ടൊരു നദിക്കരയിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിൽ കൂടുണ്ടാക്കിയ പക്ഷികളുടെ ജീവിതം വളരെ സുഖപ്രദമായിരുന്നു. പരന്നു കിടക്കുന്ന കൊമ്പുകളുള്ള മരം കത്തുന്ന വെയിലിൽ നിന്നും കനത്ത മഴയിൽ നിന്നും രക്ഷ നേടുമ്പോൾ പക്ഷികളുടെ കുടുംബം അവിടെ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം ആകാശം ഇരുണ്ട മേഘങ്ങളാൽ മൂടിക്കെട്ടി. വളരെ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി. മരത്തിനു സമീപം കളിച്ചുകൊണ്ടിരുന്ന ചില കുരങ്ങുകൾ നനഞ്ഞു കുതിർന്ന് മരത്തിന്റെ ചുവട്ടിൽ അഭയം തേടി. അവരെല്ലാവരും തണുപ്പുകൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ദയനീയമായ അവസ്ഥയിൽ കുരങ്ങുകളെ കണ്ടപ്പോൾ പക്ഷികളിൽ ഒരാൾ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ഞങ്ങളെപ്പോലെ ഒരു വീട് പണിതിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിറയ്ക്കേണ്ടി വരില്ല, ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല. ചെറിയ കൊക്കുകൾ കൊണ്ട് ഞങ്ങൾക്ക് കൂടുപണിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് 2 കൈകളും 2 കാലുകളുമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കായി ഒരു നല്ല പാർപ്പിടം ഉണ്ടാക്കാത്തത്? ഇത് കുരങ്ങന്മാർക്ക് അത്ര രസിച്ചില്ല. പക്ഷികളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഈ പക്ഷികൾ മഴയെയോ തണുത്ത കാറ്റിനെയോ ഭയപ്പെടുന്നില്ല. അവർ സുഖമായി ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ വിമർശിക്കുന്നത്. മഴ നിൽക്കട്ടെ, എങ്ങനെ വീട് പണിയാമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാം. മഴ മാറിയതോടെ കുരങ്ങുകൾ മരത്തിന് മുകളിൽ കയറി പക്ഷികളുടെ കൂടുകൾ നശിപ്പിക്കാൻ തുടങ്ങി. അവർ പക്ഷികളുടെ മുട്ട പൊട്ടിച്ച് കുഞ്ഞുങ്ങളെ എറിഞ്ഞു കളഞ്ഞു. ആ പാവം പക്ഷികൾ പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. അവരുടെ വാക്കുകളിൽ പശ്ചാത്താപം തോന്നിയ അവർ ചോദിക്കാത്ത ഉപദേശം ഒരിക്കലും നൽകരുതെന്നും അറിവുള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും ആവശ്യപ്പെടുന്നവർക്കും മാത്രമേ ഉപദേശം നൽകാവൂ എന്നും വിഡ്ഢികൾക്കൊരിക്കലും ഉപദേശം നൽകരുതെന്നും അവസാനം അവർ മനസ്സിലാക്കി.